നമ്മളിന്ന് റാലി ഫ്ലോനെ പറ്റിയാണ് പറയുന്നത്. മൊഡ്യൂൾ 5 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇതിൽ പറയാൻ പോകുന്നത് വാട്ട് ഈസ് റാലി ഫ്ലോനെ പറ്റിയുള്ള ബേസിക്സ് കാര്യങ്ങൾ. വാട്ട് ഈസ് റാലി ഫ്ലോ, RAYLEIGH, റാലി ഫ്ലോ എന്താണെന്ന് പറയുന്നത്. പിന്നെ എന്താണ് എക്സാമ്പിൾ പറയും, ഡെഫിനിഷൻ എന്തായാലും പറയും, ഡെഫിനിഷൻ പിന്നെ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് വാട്ട് ഈസ് റാലി ഫ്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീവ് എൻ എക്സാമ്പിൾ എന്ന് കൂടിയും പറയുകയാണ്. ഗീവ് എക്സാമ്പിൾ അങ്ങനെ ചോദിക്കാറുണ്ട്, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത ഫ്ലോ ആണ്. എ ഫ്രിക്ഷൻ ലെസ് ഫ്ലോ എവിടെ? ഇൻ എ കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് ഫ്രിക്ഷൻലെസ് ആണ്, കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് ആണ്. നമ്മൾ റാലിക്ക് മുമ്പ് ഏതായിരുന്നു, ഫാൻ ഓഫ് ഫ്ലോ പഠിച്ചപ്പോൾ എന്തായിരുന്നു, കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് തന്നെയായിരുന്നു. അവിടെ കോൺസ്റ്റൻ്റ് ഏരിയ തന്നെയായിരുന്നു, പക്ഷേ അവിടെ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. ഫ്രിക്ഷൻ F4 ഫ്രിക്ഷൻ ആണ്. ഇവിടെ റാലി ആയതുകൊണ്ട് ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻലെസ് ഫ്ലോ ആണ്. ഇതിൻ്റെ അഡീഷണൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, ക്യൂ ഉണ്ടാവും ട്രാൻസ്ഫർ. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം അതാണ്, വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ. അതിനാണ് ഈസ് റെഫേർഡ് ടു ആസ് എന്ത്, റാലി ഫ്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, ഫ്രിക്ഷൻലെസ്, കോൺസ്റ്റൻ്റ് ഡക്റ്റ്. അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? ഫാനവും റാലിയും നമ്മളെ വ്യത്യാസം, ഫാനോയിൽ ഫ്രിക്ഷൻ ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഇവിടെ നേരെ തിരിച്ച്, റാലിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ഫ്രിക്ഷൻ ഇല്ല. ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇതെവിടെ സംഭവിക്കുന്നത്? അണ്ടർ സം കണ്ടീഷൻസ് ഹീറ്റ് എക്സ്ചേഞ്ചറിലെ കാര്യം പറയാൻ പോകുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ, ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് ഇൻ എവിടെ? ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. അതായത് അണ്ടർ സം കണ്ടീഷൻസ് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും മാത്രമല്ല, ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള ഹീറ്റ് ആഡ് ചെയ്യുന്നത്, ഹീറ്റിൻ്റെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് മാത്രമല്ല, ആൻഡ് കമ്പഷൻ ചേമ്പർ, റോക്കറ്റിൻ്റെയും അല്ലെങ്കിൽ ഏതിൻ്റെയും കമ്പഷൻ ചേമ്പർ, തീ കത്തുന്ന ഭാഗം, കമ്പഷൻ ചേമ്പറിൽ അവിടെ എന്തായിരിക്കും? അവിടെ എന്താണ് ചേഞ്ചസ് ഇൻ ചേഞ്ച് ഇൻ ഫ്ലോ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യില്ലേ? ചേഞ്ചസ് ഇൻ ഫ്ലോ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നല്ല പേര് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതാണ്, ഫ്ലോ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ ഫ്ലോ പാരാമീറ്റർ ചേഞ്ച് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണ്? ഫ്രിക്ഷൻ കാരണമല്ല. അപ്പോൾ എന്താ ചെയ്താൽ ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ചെറുതായിട്ടുണ്ടാവും, പക്ഷേ ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ആർ നെഗ്ലിജിബിൾ, വളരെ കുറവായിരിക്കും. ഏതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? കമ്പയർഡ് ടു എന്ത് കാരണം? ഹീറ്റ് ട്രാൻസ്ഫർ കാരണമുള്ളത്. കമ്പയർഡ് ടു ദാറ്റ് ഡ്യൂ ടു ഹീറ്റ് ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്ന പാരാമീറ്ററിൽ, ഫ്ലോ പാരാമീറ്ററിലുള്ള ചേഞ്ച് ഫ്രിക്ഷൻ വഴിയുള്ള കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള വ്യത്യാസമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ, അപ്പോൾ സച്ച് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? റാലി പ്രോസസ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. എന്താണ്, ആക്യുറസി പോകുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഏത് ഇംഗ്ലീഷിൽ സച്ച് പ്രോസസ്സസ് മേ ബി റെപ്രസെൻറ്റഡ് ബൈ എന്ത്? റാലി പ്രോസസ്. എന്ത് പോവില്ല? ആക്യുറസി പോവില്ല. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ വിത്തൗട്ട് സാക്രിഫൈസിങ് മച്ച് ആക്യുറസി, കാര്യമായ വ്യത്യാസം വരില്ല, ചെറിയ ആക്യുറസിയിൽ പ്രശ്നം വരും. മാത്രമല്ല അനാലിസിസ് സിമ്പിളാവും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു അസംഷൻ കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾസോ analysis of much complicated problems
എന്താവും? കൺസിഡറബിളി സിമ്പിളാവും. ഈസ് കൺസിഡറബിളി സിംപ്ലിഫൈഡ് ആവും. സിംപ്ലിഫൈഡ് എന്ത് കാരണം? ബൈ യൂസിങ് ഈ മോഡൽ. നമ്മൾ മോഡൽ എന്ന് പറയുന്നത് റാലി ഫ്ലോ മോഡൽ. അപ്പോൾ റിയൽ പ്രോസസ്സുകളിൽ പല കാര്യങ്ങളും സ്വാധീനിക്കും. പക്ഷെ നമ്മളെല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് ഒക്കെ ആവും. അപ്പോൾ നമ്മളതിനെ ഏറെക്കുറെ ആക്യുറസി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അസംഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ പറയുന്നതാണ് മോഡൽ എന്ന് പറയാം. അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സംഭവമല്ല, ആക്ച്വലിൽ നിന്ന് വ്യത്യാസമുള്ളതാണ് മോഡൽ. അപ്പോൾ നമ്മളെല്ലാത്തിനും മോഡൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിനീയറിംഗിൽ എല്ലാത്ത കാര്യങ്ങളും മോഡൽ ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൽ ഗവേണിംഗ് ഇക്വേഷൻസ് ഉണ്ട്. ഗവേണിംഗ് ഇക്വേഷൻസിൻ്റെ അസംഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ അസംഷൻ നമ്മൾ ഫ്രിക്ഷൻലെസ് എന്ന് പറയുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് ഏരിയ പറയുന്നുണ്ട്, ഏരിയസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗ്യാസ് പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയണം, പെർഫെക്റ്റ് ഗ്യാസ്. അല്ലെങ്കിൽ നമ്മൾ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ എന്താണ്? വൺ ഡയമെൻഷനിലാണ്, സ്റ്റഡി സ്റ്റേറ്റ് ആണ്. പിന്നെ ആബ്സെൻസ് ഓഫ് ബോഡി ഫോഴ്സ്, ഗ്രാവിറ്റിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല വേറെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡാറ്റ ബുക്കിലുണ്ട്. ഡാറ്റ ബുക്കിൽ നമുക്കൊന്ന് പോയി നോക്കുകയാണെങ്കിൽ ഡാറ്റ ബുക്കിൽ ഇൻഡെക്സിൽ ഇതിൻ്റെ പേജ് സ്റ്റാർട്ടിങ്ങിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മളെ പേജ്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് പേജുകളിലായിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കണ്ടത്. നമ്മളിപ്പോൾ സിമ്പിൾസ് ഏതെങ്കിലും നമുക്ക് അറിയില്ല എന്നാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൽ പറയുന്ന നൊട്ടേഷൻ. പിന്നെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ റാലി ഫ്ലോനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിപ്പോൾ ഫാൻ ഓഫ് ഫ്ലോനെ പറ്റി പറയുന്ന സ്ഥലമാണ്. ഫാൻ ഓഫ് ഫ്ലോ കഴിഞ്ഞിട്ട് റാലി ഫ്ലോ എത്തി. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ 5 മാർക്കിന് ചോദ്യം യൂണിവേഴ്സിറ്റിക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി അസംഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അസംഷൻ നിങ്ങൾ നേരെ അവിടെ കോപ്പി അടിക്കേണ്ട കാര്യമുള്ളൂ. എന്താണ്? വൺ ഡയമെൻഷണൽ ഫ്ലോ വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, കോൺസ്റ്റന്റ് ഏരിയ ഫ്രിക്ഷൻലെസ് ഡക്റ്റ്, പെർഫെക്റ്റ് ഗ്യാസ് വിത്ത് കോൺസ്റ്റന്റ് സ്പെസിഫിക് ഹീറ്റ് ആൻഡ് മോളിക്കുലർ വെയിറ്റ്. അപ്പോൾ റാലി ലൈനെ പറ്റി പറയുന്ന ഹീറ്റ് അഡീഷൻ ഇൻക്രീസസ് ദി എൻട്രോപ്പി ആൻഡ് ടേക്സ് പ്രോസസ് ടുവേർഡ്സ് ജോഗിങ് കണ്ടീഷൻ, ബിഹേവിയർ ഇമ്പോസ് ലിമിറ്റ് ടു ഹീറ്റ് അഡീഷൻ, therefore given Mach number there is fixed value of maximum possible heat transfer Qmax. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയും, പിന്നീട് പറയും. അപ്പോൾ ഇതിൻ്റെ കുറേ റിലേഷൻസ് കിട്ടില്ല. ഇതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാണ്ട് പല റിലേഷൻസും ഇതെല്ലാം ഡാറ്റ ടേബിളിലുണ്ട്. പക്ഷേ എക്സാമിന് ചോദിക്കുകയാണ് ഇതുവഴി ചെയ്യണമെന്ന് പറയുകയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യേണ്ടി വരും. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. റാലി ഫ്ലോയുടെ പേജ് കഴിഞ്ഞിട്ട് അടുത്ത പേജ് വരുന്നതാണ്. ഇതാണ് അടുത്ത പേജ് വരുന്നത്. ഇവിടെ തൊട്ട് വേറെ കാര്യമാണ് പറയുന്നത്. ഇവിടം വരെ. ഓക്കെ.